യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ? പുറമേക്ക് പ്രകടിപ്പിക്കാറില്ലെങ്കിലും എത്രയോ നീറുന്ന പ്രശ്നങ്ങളുമായിട്ടായിരിക്കും ഓരോ ദമ്പതിമാരും രാപ്പകലുകൾ തള്ളി നീക്കുന്നത്. ഇത്തരം ദമ്പതികൾക്കെല്ലാം ആശ്രയിക്കാൻ കഴിയുന്ന ശക്തമായ മധ്യസ്ഥനാണ് വിശുദ്ധ റഫായേൽ. ബൈബിൾ പരാമർശിക്കുന്ന മാലാഖമാരിൽ ഒരാളാണ് റഫായേൽ. തോബിത്തിന്റെ പുസ്തകത്തിലാണ് റഫായേൽ മാലാഖിയെ നാം കണ്ടുമുട്ടുന്നത്. അവിടെ 7 തവണ വിവാഹം കഴിച്ചിട്ടും ഭർത്താക്കന്മാർ മരിച്ചതിൻ്റെ പേരിൽ ദുഷ്പ്രചരണങ്ങൾക്ക് വിധേയായി കണ്ണീരു കുടിച്ചു കഴിയുന്ന സാറായെ നാം കണ്ടുമുട്ടുന്നു. ആ സാറായെയും തോബിയാസിനെയും തമ്മിൽ ഒന്നിപ്പിക്കുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും റഫായേൽ മാലാഖയാണ്. അതുകൊണ്ടാണ് ദാമ്പത്യ പ്രശ്നങ്ങളുടെ മാധ്യസ്ഥനും സഹായകനുമായി റഫായേൽ മാലാഖയെ നാം സമീപിക്കുന്നത്. വിശുദ്ധ റഫായേൽ മാലാഖയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കുന്നതിനു മുമ്പ് ജീവിത പങ്കാളിയോട് രമ്യതയിലാവുകയും മാപ്പ് ചോദിക്കുകയും വേണം. പ്രാർത്ഥനയും കരുണയും ഒരുമിച്ച് ചേരുമ്പോഴാണ് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത്. നമുക്ക് വിശുദ്ധ റഫായേൽ മാലാഖയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഓ മുഖ്യദൂതനായ വിശുദ്ധ റഫായേലെ, അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദാമ്പത്യത്തിലെ പ്രശ്നങ്ങളെയെല്ലാം അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളെയും ജീവിത പങ്കാളിയിൽ നിന്നുണ്ടാകുന്ന തെറ്റിദ്ധാരണകളെയും അവഗണനകളെയും കുത്തുവാക്കുകളെയും എല്ലാം സമർപ്പിക്കുന്നു. അവ എൻ്റെ ഹൃദയത്തിന് ഏൽപ്പിക്കുന്ന മുറിവുകൾ മറ്റാരും അറിയാതെ പോകുന്നവയാണ്. എൻ്റെ പ്രിയപ്പെട്ട റഫായേൽ മാലാഖയെ, ഞങ്ങളുടെ കുടുംബജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ പൈശാചിക ശക്തികളെയും സ്വാധീനങ്ങളെയും നിർവീര്യമാക്കണമേ. തോബിയാസിൻ്റെയും സാറായുടെയും ജീവിതത്തെ അനുഗ്രഹിക്കാൻ ദൈവത്തിൻ്റെ ദൂതനായി മാറിയ റഫായേലെ, എൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്കും അവിടുന്ന് മധ്യസ്ഥനായി മാറണമേ. ആമേൻ. കുടുംബജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മക്കളൊക്കെ ഇന്നു മുതൽ വിശുദ്ധ റഫായേൽ മാലാഖയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി.